അസ്സലാമു എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നുള്ളത് പാലക്കാട് ജില്ലയിൽ നമ്മൾ ചെർപ്പുളശ്ശേരി ഒറ്റപ്പാലം റോഡ് കിഴൂർ റോഡ് എന്ന് വരാം, അതേമാതിരി ചെളവറ എന്ന് വരാം. അപ്പോൾ ചെളവറ കിഴൂർ റോഡ് ബസ് റൂട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ലോക്കൽ ബസ് റൂട്ടാണ്, ടൈമിങ്ങിന് ബസ്സുള്ള റൂട്ടാണ്. അപ്പം നമുക്കിവിടെ കാണിച്ചു തരാനുള്ളത് 8 സെൻറ്റ് സ്ഥലവും എൻ്റെ തൊട്ടുപുറകിൽ കാണുന്ന ഈ വീടും ബസ് റൂട്ടിൽ 8 സെൻറ്റ് സ്ഥലമാണ് ഇതിലുള്ളത്. 3 ബെഡ്റൂമുള്ളൊരു വീടാണ്. അപ്പോൾ നിറയെ വീടുകളുടെ പരിസരമാണ്, ബസ് റൂട്ടാണ്. അപ്പോൾ ചെറിയ റേറ്റിനാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ഇതൊന്ന് കാണാം. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മളെ ചെർപ്പുളശ്ശേരി ഒറ്റപ്പാലം മെയിൻ റോഡിൽ നിന്ന് വരുന്ന ബസ് റൂട്ട്. അവിടെ തൊട്ടടുത്ത് നമുക്ക് കടകളുണ്ട്, അതേമാതിരി തന്നെ ഈ ഭാഗത്തു കൂടെയൊക്കെ നിറയെ വീടുകളുണ്ട്. അപ്പോൾ ഈ ബസ് റൂട്ടിൻ്റെ സൈഡിലാണ് നമ്മളിന്ന് കാണിച്ചു തരുന്ന പ്രോപ്പർട്ടി. 8 സെൻറ്റ് സ്ഥലമാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് ഉണ്ട്, തൊട്ട് നിറയെ വീടുകളുണ്ട്. പള്ളിയായാലും മദ്രസയായാലും സ്കൂളായാലും അമ്പലങ്ങളായാലും എല്ലാം നമുക്കിതിൻ്റെ പരിസരത്ത് കൂടെ ഉണ്ട്, തൊട്ടടുത്ത് കൂടെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ് നമ്മളെ പ്രോപ്പർട്ടിയുടെ അതിര് തുടങ്ങുന്നത്. അപ്പോൾ 4 ഭാഗത്തും നമുക്ക് അതിരുകൾ ക്ലിയറാണ്, മതിലുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല റോഡ് ഫ്രണ്ടേജും ഉണ്ട്. എല്ലാ വണ്ടിക്കും അകത്തേക്ക് കയറാൻ ഭാഗത്തിനുള്ള വലിയ ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഓപ്പോസിറ്റിലും ഇതിൻ്റെ തൊട്ടതും എല്ലാം നമുക്ക് വീടുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് നമുക്കിതുവരെയാണ് ഫ്രണ്ടേജ് വരുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് അത്യാവശ്യം കായ്ക്കുന്ന ഒരു തെങ്ങുണ്ട്. ഇതുവരെയാണ് നമ്മളെ ഫ്രണ്ടേജ്. ആധാരത്തിൽ നമുക്കിതിൽ 8 സെൻറ്റ് സ്ഥലമാണ്. ഏകദേശം ഒരു 850-900 സ്ക്വയർ ഫീറ്റോളം വരുന്ന 3 ബെഡ്റൂമുള്ള വീടാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഇതിൻ്റെ ഉള്ളിൽ കയറി ഉൾഭാഗം ഒന്ന് കാണാം. അപ്പോൾ ഇനി നമുക്ക് നേരെ പ്രോപ്പർട്ടി ഉൾഭാഗത്ത് കിടക്കാം. ഉള്ളിൽ വരുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല വലുപ്പത്തിലൊരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. ഏത് വണ്ടി ആയാലും മുറ്റത്ത് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും ഗാർഡനൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് സ്പേസ് ഉണ്ട്. ഈ ഭാഗത്താണ് നമുക്ക് കായ്ക്കുന്ന ഒരു തെങ്ങുള്ളത്. ഇതിൽ പിന്നെ വെള്ള സൗകര്യത്തിന് നമുക്ക് ബോർവെല്ലും അതേപോലെ തന്നെ ജലനിധിയുടെ ഒരു പൈപ്പ് കണക്ഷനും 2 ഐറ്റം പൈപ്പ് കണക്ഷനാണ് നമുക്കിതിലുള്ളത്. അപ്പോൾ വീട് നല്ല വൃത്തിയുള്ള വീട് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ഒരു കോട്ട് പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ നല്ല വൃത്തിയാവും. ഒരു കോട്ട് പെയിൻറ്റിങ്ങിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ല മുറ്റുണ്ട്. 2-3 വണ്ടി പാർക്ക് ചെയ്യാനുള്ള മുറ്റുണ്ട്. ഈ ഭാഗത്താണ് നമുക്ക് ബോർവെല്ല് വരുന്നത്. ഇങ്ങനെയാണ് നമ്മളെ വീടിൻ്റെ ഫ്രണ്ടേജ്. അപ്പോൾ നമ്മുടെ വെള്ളത്തിന് സൗകര്യത്തിനുള്ള ഒരു പൈപ്പ് കണക്ഷൻ ഇതാണ്. പിന്നെ നമുക്ക് നേരെ ബാക്ക് സൈഡിൽ പോവാം. ഇപ്പോൾ നിങ്ങൾ നേരെ അടുക്കള ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോൾ ഈ ഭാഗത്ത് നമുക്ക് കുറച്ച് ഭാഗത്ത് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഇതാണ് ഏറ്റവും ബാക്ക് സൈഡിൽ അതിര്. ഈ ഭാഗത്തൊക്കെ നമുക്ക് മതിലുണ്ട്. ഇതാണ് ബാക്ക് സൈഡ്. ഇവിടെ നമുക്കൊരു വർക്ക് ഏരിയ ആയിട്ട് ഉപയോഗിക്കാനും പാത്രം കഴുകാനൊക്കെ സൗകര്യം ചെയ്തിട്ടുണ്ട്. ഈ ഭാഗമൊക്കെ നമുക്ക് മുറ്റത്ത് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാങ്ങിക്കുന്നൊരു പാർട്ടിക്ക് ഈ റേറ്റിന് ലാഭം തന്നെയാണ്. ഇങ്ങനെയാണ് നമ്മളെ വീടിൻ്റെ ബൗണ്ടറി വരുന്നത്. ഈ ഭാഗത്തും നമുക്ക് തുണികളൊക്കെ അലക്കിയിടാൻ വേണ്ടിയിട്ട് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബസ് റൂട്ടിൽ എല്ലാ സൗകര്യമുള്ള 3 ബെഡ്റൂം അടങ്ങിയ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള നല്ലൊരു അടിപൊളി പ്രോപ്പർട്ടിയാണ് നമ്മളിന്ന് കാണിച്ചു തരുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കി സ്ഥലം കിടക്കുന്നത് നമുക്ക് ഈ ഭാഗത്താണ്. ഈ ഭാഗത്തും നമുക്ക് 2 തെങ്ങുണ്ട്. അത്യാവശ്യം നല്ല കായ്ക്കുന്ന 2 തെങ്ങ് ഈ ഭാഗത്തുണ്ട്. അതിരുകളൊക്കെ ഈ ഭാഗത്ത് കൂടെ കരിങ്കല്ലിട്ട് വെച്ചിട്ടുണ്ട്. ഈ കരിങ്കല്ലിട്ട് കാണാനാണ് നമ്മളെ ബാക്ക് സൈഡിൽ അതിര്. ബാക്ക് സൈഡിലായാലും ഫ്രണ്ടിലായാലും എല്ലാ ഭാഗത്തും നമുക്ക് തൊട്ട് നിറയെ വീടുകളാണ്. പിന്നെ നമുക്ക് നേരെ ഇതിൻ്റെ ഉൾഭാഗം കാണാം. അപ്പോൾ ഇനി നമുക്ക് നേരെ പ്രോപ്പർ ഉള്ളിൽ കിടക്കാം. ടൈൽ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരെ കയറി വരുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ളൊരു സിറ്റ് ഔട്ട്, അതിൽ കൈവരി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ടേജിൽ ഒരു 3 കള്ളി ജനൽ. അപ്പോൾ ഉള്ളത് നല്ല സൗകര്യത്തിലാണ് ഉള്ളത്. വാങ്ങിക്കുന്നൊരു പാർട്ടിക്ക് ഒരു കോട്ട് പെയിൻറ്റിങ്ങിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ. അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ളൊരു ഹാളാണ് നമ്മൾ നേരെ കയറി വരുമ്പോൾ കിട്ടുന്നത്. ഡൈനിങ്ങും സിറ്റിങ്ങും ഒരുമിച്ച് വരുന്ന രൂപത്തിലുള്ള നല്ല വലുപ്പമുള്ളൊരു ഹാളാണ്. ഈ ഹാളിൽ നമുക്കിവിടെ ഒരു ഷോക്കേസ് ഉണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ സീലിങ് കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം നല്ല വൃത്തിയിൽ തന്നെയാണ് ഉള്ളത്. ഒരു കോട്ട് പെയിൻറ്റിങ്ങിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഈ ഒരു ഹാളിൽ നിന്നാണ് നമുക്ക് 3 ബെഡ്റൂം ഉള്ളത്. നമ്മൾ നേരെ കയറി വരുമ്പോൾ അതാണ് ഫസ്റ്റിലെ ബെഡ്റൂം. എല്ലാ ഭാഗത്തും ടൈലിട്ടിട്ടുണ്ട്. അത്യാവശ്യം ഒരു കട്ടിലും അലമാരി ഇടാനുള്ള വലുപ്പത്തിലുള്ള ബെഡ്റൂം തന്നെയാണ്. ഇതാണ് ഇതിൽ അറ്റാച്ച്ഡ് ആയിട്ട് ബാത്റൂം വരുന്നത്. അതിൽ ബൾബില്ല, അതുകൊണ്ടാണ് വെളിച്ചക്കുറവ്. അതേപോലെ തന്നെ അലമാരക്കൂട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഈ ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്താണ് നമുക്ക് മുകളിലേക്ക് ഓപ്പൺ ടെറസിലേക്കുള്ള കോണി ചെയ്തിട്ടുള്ളത്. അതിനോട് ചാരിയിട്ട് 2ാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമും നല്ല വലുപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഇവിടെ അലമാരക്കൂട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരു കട്ടിലിട്ടിട്ടുണ്ട്. 1 സൈഡിൽ റാക്കുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. കൂടാതെ നമുക്ക് ഈ ഭാഗത്ത് ചെറിയൊരു സ്പേസ് ഉണ്ട്.
ഇവിടെ വേണമെങ്കിൽ നമുക്ക് വല്ല അയൺ ബോക്സ് വെച്ച് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിസ്കാര റൂമാക്കാം, പൂജാ റൂമാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരു സ്റ്റഡി റൂമാക്കാം. ഇപ്പോൾ ഒരു ടേബിളും കസേരയൊക്കെ ഇടാനുള്ള സൗകര്യം അതിലും ഉണ്ട്. അത് കൂട്ടി 4 ബെഡ്റൂം ഉണ്ട്. അപ്പോൾ 4 ബെഡ്റൂം അല്ല, 3 ബെഡ്റൂമും ഒരു ചെറിയ റൂമും. ഇതാണ് 3ാമത്തെ ബെഡ്റൂം. അത് നമ്മൾ ഫസ്റ്റിൽ കണ്ട പോലെ തന്നെ അതേ വലിപ്പത്തിലുള്ള ബെഡ്റൂമാണ്. പിന്നെ നമുക്ക് നേരെ ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനിയാണ് നമുക്ക് കിച്ചൺ കാണാനുള്ളത്. അടുക്കളയ്ക്ക് വന്നു കഴിയുമ്പോൾ ഈ ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് അടുക്കള, ഇത് വേണമെങ്കിൽ ഒരു ഡൈനിങ് ഹാളായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വർക്ക് ഏരിയ ആയിട്ടോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അതിനുള്ള സ്പേസ് ഉണ്ട്. ഇതാണ് നമുക്ക് അടുക്കള വരുന്നത്. 2 സൈഡിൽ സ്ലാബ് ചെയ്തിട്ടുണ്ട്. അതേപോലെ അലമാരക്കൂട് സൗകര്യങ്ങൾ, അതേപോലെ ആലുവ അടുപ്പ് ഈ സൈഡിലും സ്ലാബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ 2 സൈഡിൽ റാക്ക് വരുന്നുണ്ട്. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്കിതിലൊരു പെയിൻറ്റിങ്ങിൻ്റെ കുറവ് മാത്രമാണുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അങ്ങോട്ട് പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട വീടിൻ്റെ ബാക്ക് വശം, അതുപോലെ വാഷിംഗ് മെഷീൻ വെക്കാനോ തുണികൾ അലക്കിയിടാനോ എല്ലാത്തിനുള്ള സൗകര്യം ഈ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട പ്രോപ്പർട്ടി ഒരിക്കൽ കൂടി പറയുകയാണ്, പാലക്കാട് ജില്ലയിൽ നമ്മൾ ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരി റോഡിൽ നിന്ന് കിഴോ റോഡിൽ നിന്ന് വരാം, അതേപോലെ ചെളവറ കുളപ്പുള്ളി ഭാഗത്തു നിന്ന് വരാം, കൈലിയാട് ഭാഗത്തു നിന്ന് വരാം. അപ്പോൾ ബസ് റൂട്ടിലാണ്. ചെളവറക്ക് ഇവിടുന്ന് ദൂരം വരുന്ന ഒരു 3.5 കിലോമീറ്ററാണ്. അതേപോലെ തന്നെ കിഴോ റോട്ടിക്ക് ഒരു 3.5 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ്. എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. വീട് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഏകദേശം 900 സ്ക്വയർ ഫീറ്റോളം വരുന്ന വീടും 8 സെൻറ്റ് സ്ഥലമാണ്. അപ്പോൾ ഇതിന് വില പറയുന്നത് 22 ലക്ഷം രൂപയാണ്. ഈ ബസ് റൂട്ടിലാണ്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള വീടാണ്. അപ്പോൾ ചെറിയ രീതിയിൽ എന്തെങ്കിലും നെഗോഷ്യബിൾ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.